സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവ പറയുക, എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മക്ക് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ജോലിയുടെ പേരിൽ അമ്മക്കൊരിക്കലും ആരുടെയും മുമ്പിൽ തല താഴ്ത്തി നിൽക്കേണ്ടി വരില്ല എന്ന്. ആ വാക്ക് ഇതുവരെ ഞാൻ പാലിച്ചിട്ടുണ്ട്. ഇനിയും അത് പാലിക്കാൻ എന്നെ കൊണ്ടുപറ്റും. ഈ സമയം ജീവിയുടെ അമ്മ പറയുവാണ്, ഇവന് ചെറിയ പ്രായമുള്ളപ്പോൾ തന്നെ ഇവൻ്റെ അച്ഛൻ ഞങ്ങളെ വിട്ടു പോയതാണ്. ആ സമയം എനിക്ക് വല്ലാത്തൊരു ഒറ്റപ്പെടലൊക്കെ തോന്നിയതാ. പിന്നെ ഇവൻ്റെ ജീവിതത്തിലെ ഓരോ വളർച്ചയും കണ്ട് ഞാൻ സന്തോഷിക്കും. സത്യം പറയാലോ, കുറച്ച് ദിവസമായിട്ട് ഇവൻ ഇവിടുത്തെ കുട്ടിയുടെ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം മുതൽ ഇവൻ്റെ മനസ്സ് അത്രയ്ക്ക് കീഴ്പ്പെടുത്തിയ ആ കുട്ടിയെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ പിന്നെ അധികം വൈകിപ്പിക്കേണ്ട, നമുക്ക് കുട്ടിയെ അങ്ങ് വിളിച്ചാലോ? അതിനെന്താ, യശോദേ പോയി വിളിച്ചിട്ട് വാ. അങ്ങനെ യശോദ രാധികേനെ വിളിക്കാനായിട്ട് അകത്തേക്ക് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന പ്രിയങ്കേനും വരുണേയുമാണ് കേട്ടോ. ഈ സമയം പ്രിയങ്കയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ തന്നെ കാറിലിരിക്കുവാണ്. അന്നേരം വരുൺ ചോദിക്കുന്നുണ്ട്, വെള്ളം കുടിക്കാനോ മറ്റോ വണ്ടി നിർത്തണോ? ഈ സമയം പ്രിയങ്ക പറയുക, വേണ്ട, ഒരു നരകത്തിൽ നിർത്തണ്ട, വല്ല കുക്കിയിലേക്കും കൊണ്ട് ഇടിച്ച് കയറ്റ്, അതോടെ ശല്യം തീരുമല്ലോ. അങ്ങനെ വരണ്ടേ പ്രിയങ്കേൻ്റെ വണ്ടിക്ക് തൊട്ട് പിന്നാലെ തന്നെ കൽപ്പനയും സൂര്യയും ഗൗതമും അവരെല്ലാവരും കൂടി വണ്ടിയിൽ വരുന്നുണ്ടാവും. ഈ സമയം കൽപ്പന ബിജുവിനോട് പറയണേ, ബിജു ഇത്ര സ്പീഡിലൊന്നും പോകേണ്ട കാര്യമില്ല, നമ്മളവിടെ ഓടി ചെന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല, രണ്ടാളും എവിടെയെങ്കിലും വഴക്കുണ്ടാക്കി പിണങ്ങി തല്ലിപ്പിരിഞ്ഞിരിക്കുമായിരിക്കും. ആ കാഴ്ച കാണാനാണല്ലോ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നത് തന്നെ. ഈ സമയം മുത്തശ്ശി പറയണേ, ദേ കൽപ്പനെ, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട. പിള്ളേർ തമ്മിൽ ഒരകൽച്ചയില്ല, അവരോട് സന്തോഷത്തോടെ തന്നെയായിരിക്കും ഇരിക്കുന്നത്. അതിപ്പോൾ നേരിട്ട് കാണുമ്പോൾ നിനക്ക് മനസ്സിലായിക്കോളും. അതേക്കുമ്പോൾ കൽപ്പന പറയണേ, മുത്തശ്ശി അങ്ങനെ പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശിക്ക് തന്നെ അറിയാം അവർക്ക് തമ്മിൽ എന്തോ ചില പ്രശ്നങ്ങളുണ്ടെന്ന്. എന്നിട്ടും അതൊക്കെ മറച്ചു വെച്ച് എങ്ങനെയാണ് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്? അന്നേരം മുത്തശ്ശി പറയണേ, എന്താണെങ്കിലും അങ്ങോട്ട് തന്നെയാണല്ലോ പോകുന്നത്, അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ നീ നേരിട്ട് തന്നെ കാണും, എന്നാലേ നിനക്ക് ബോധ്യം വരുള്ളൂ. ഇനി അഥവാ നീ പറഞ്ഞതുപോലെ അവർ തമ്മിൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ തിരികെ കണിമംഗലത്തിലേക്കില്ല, ഞാൻ വല്ലയിടത്തും സന്യസിക്കാനായിട്ട് പൊക്കോളാം. അത് കേട്ടിട്ട് സന്തോഷത്തോടെ നിൽക്കുവാണ് കൽപ്പനയും ഗൗതമും ഒക്കെ. ഈ സമയം സൂര്യ പറയണേ, അതെ, നമ്മൾ എന്തിനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നത്? നല്ലൊരു യാത്രയല്ലേ, നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമല്ലേ എല്ലാവരും കൂടി ഒരു യാത്രയൊക്കെ പോകുന്നത്, അത് സന്തോഷത്തോടെ പോയിട്ട് തിരിച്ചു വന്നാൽ പോരെ. ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒന്നും സംസാരിക്കണ്ട, ഈ യാത്ര എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്യണം. അന്നേരം കൽപ്പന പറയണേ, ശരിയാ, ഈ യാത്ര എല്ലാവർക്കും സന്തോഷമായ യാത്രയ്ക്ക് മാറ്റണം. എന്നിട്ട് കൽപ്പന മനസ്സിൽ പറയുക, ഈ യാത്ര കഴിയുന്നതോടെ എനിക്ക് ഒത്തിരി സന്തോഷം കിട്ടും, സൂര്യയുടെ അവസാനത്തെ യാത്രയല്ലേ ഇതും. അങ്ങനെ പറഞ്ഞ് ഗൗതമനെ ഇങ്ങനെ നോക്കി ചിരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് യശോദ ചായയും പലഹാരങ്ങളുമായിട്ട് രാധികയും കൂട്ടിയിട്ട് ജീവയുടെ അമ്മയുടെയൊക്കെ മുമ്പിലേക്ക് എത്തുവാണ് കേട്ടോ. ഈ സമയത്ത് രാധിക ജീവനെ കണ്ട് ഷോക്കാകുവാണ്. രാധികയെ കാണുമ്പോൾ തന്നെ ജീവയുടെ അമ്മക്ക് ഒത്തിരി ഇഷ്ടമാകുവാണ് കേട്ടോ. അങ്ങനെ ചായയുമായിട്ട് രാധിക അവരുടെ അരികിലേക്ക് ചെല്ലുവാണ്, അവർക്ക് ചായയൊക്കെ കൊടുക്കുവാണ്. അന്നേരം ജീവയുടെ അമ്മ പറയണേ, 3-4 ദിവസമായിട്ട് ഇവന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ രാധിക മോളെക്കുറിച്ച് മാത്രമേ പറയാനായിട്ട് സമയമുള്ളൂ. അപ്പം മുതൽ മോളെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചതാ. സത്യം പറയാലോ, മോളെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എൻ്റെ മോൻ്റെ സെലക്ഷൻ തീരെ തെറ്റിയിട്ടില്ല. ഈ സമയം മുത്തശ്ശിയും രാധികയെക്കുറിച്ച് നല്ലപോലെ പുകഴ്ത്തി സംസാരിക്കുവാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശിയുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് രാധിക തന്നെ കണ്ണെന്തള്ളി നിൽക്കുവാണ്. മുത്തശ്ശി പറയണേ, സത്യം പറയാലോ, ഞങ്ങളുടെ കൊച്ചുണ്ടല്ലോ നല്ല അച്ചടക്കമുള്ള കൊച്ചാണ്, നാട്ടുകാർക്കൊക്കെ അവളെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. ഈ സമയം ദേവം പറയണേ, സാധാരണ എല്ലാ അച്ഛനും അമ്മമാരും മക്കളെക്കുറിച്ച് നല്ലത് മാത്രമേ പറയുള്ളൂ, ഇവിടെ ഞങ്ങളുടെ രാധികമ്മയുടെ കാര്യത്തിലാണെങ്കിൽ അവളെക്കുറിച്ച് പറയുന്നത് കുറഞ്ഞു പോയോ എന്നുള്ള സംശയം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഈ സമയം യശോദ ദേവനോട് പറയുക, മറ്റേ കാര്യം പറയുന്നില്ലേ? അന്നേരം ജീവയുടെ അമ്മ ചോദിക്കണേ, എന്തിനെക്കുറിച്ച് യശോദ പറയുന്നത്? ആ സമയം ദേവൻ പറയണേ, അത് പിന്നെ വിവാഹക്കാര്യമല്ലേ, അപ്പോൾ 2 കൂട്ടരും തമ്മിൽ ഒരു കാര്യവും പരസ്പരം മറച്ചു വെക്കണ്ട എന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രാധികയെക്കുറിച്ച് ഒരു കാര്യം പറയാനുമുണ്ട്. രാധിക എൻ്റെ യശോദയുടെ മൂത്ത മോള, പക്ഷേ രാധിക മോളെ പ്രസവിച്ചത് യശോദയല്ല, അവൾക്ക് ജന്മം കൊടുത്തത് ഞാനുമല്ല. ചെറുപ്രായത്തിൽ തന്നെ രാധികയെ ഞങ്ങൾ എടുത്തു വളർത്തുമായിരുന്നു, പക്ഷേ ഇതുവരെ അവളോട് ഞങ്ങൾ ഒരു വേർതിരിവും കാണിച്ചിട്ടില്ല. അവളെ ഞങ്ങളുടെ സ്വന്തം മോളെപ്പോലെ തന്നെയാണ് ഞങ്ങൾ ഇത്രയും നാൾ വളർത്തിയത്. ഈ സമയം മുത്തശ്ശിയും പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളെ ദൈവം തരുന്നതാണോ രാധികയെ ഞങ്ങൾക്ക് ദൈവം തന്നതായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. ഈ സമയം ജീവിയുടെ അമ്മയുടെ മുഖമൊക്കെ മാറുന്നുണ്ട്. എന്നിട്ട് ജീവിയുടെ അമ്മ ചോദിക്കുക, അപ്പോൾ രാധിക ഒരു അനാഥയാണല്ലേ? അങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടെ ഒന്ന് എണീക്കുവാണ് കേട്ടോ. ഈ സമയം ഇത് കാണുമ്പോൾ ദേവനും യശോദയും മുത്തശ്ശിയും ജീവിയും എല്ലാവരും ഒന്ന് ഷോക്കാകുവാണ്. എന്നിട്ട് ജീവിയുടെ അമ്മ നേരെ രാധികയുടെ അരികിലേക്ക് എത്തുക. എൻ്റെ മോൻ സ്നേഹിച്ചത് രാധികയാണ്, ഞങ്ങൾ രാധികയെ മാത്രമേ നോക്കുന്നുള്ളൂ. ഇവിടുത്തെ മുത്തശ്ശിയുടെയും തിരുമേനിയുടെയും എല്ലാവരുടെയും മനസ്സ് കീഴടക്കാൻ ഇവൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഇവൾ ദൈവത്തിൻ്റെ മകൾ തന്നെയാണ്. ഞങ്ങൾക്ക് രാധികയെ മാത്രം മതി, എൻ്റെ മോൻ്റെ ഭാര്യയായിട്ട് ഞാൻ ഇവളെ ഉറപ്പിച്ചു കഴിഞ്ഞു.
അങ്ങനെ അമ്മയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ രാധിക ഞെട്ടിപ്പോകുവാണ്. രാധിക അങ്ങനെ പെട്ടെന്ന് തന്നെ ഒന്നും പറയാതെ അകത്തേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശി പറയണേ അവൾക്ക് സന്തോഷം കൊണ്ടാണ് അതാ ഒന്നും പറയാതെ അകത്തേക്ക് പോയത്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. ഈ സമയം തിരുമേനി അവരുടെ സാഹചര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് ജീവിയുടെ അമ്മ പറയണേ എനിക്ക് ഇവൻ്റെ വിവാഹം കാണണം, അതുമാത്രമേ ഉള്ളൂ ആഗ്രഹം. വിവാഹം ആർഭാടായിട്ട് വേണമെന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല. പിന്നെ വിവാഹകാര്യത്തെക്കുറിച്ചൊക്കെ തീരുമാനം എടുക്കേണ്ടത് ഇവൻ തന്നെയാണല്ലോ. ജീവ നീ എന്തു പറയുന്നു? തിരുമേനി പറഞ്ഞത് നീ കേട്ടില്ലേ? അന്നേരം ജീവ പറയുക ഞാൻ പലരുടെ വിവാഹം കൂടിയിട്ടുണ്ട്. കുറേ കാശുകൾ മുടക്കി ആർഭാടത്തോടെ വിവാഹം നടത്തും. പക്ഷേ അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. തിരുമേനി പറഞ്ഞതുപോലെ അമ്പലത്തിൽ വെച്ച് വളരെ ലളിതമായിട്ട് മതി ചടങ്ങുകളെല്ലാം. എനിക്കിവിടുന്ന് രാധിക മാത്രം മതി. ഈ സമയം ജീവയുടെ അമ്മ പറയണേ അത് ഞങ്ങൾ ഉദ്ദേശിച്ചത് സ്വർണ്ണവും പണമൊക്കെ ഉണ്ടാക്കാനായിട്ട് തിരുമേനി കഷ്ടപ്പെടേണ്ട. ഞങ്ങൾക്ക് വേണ്ടത് രാധികയാണ്. രാധികയെ പോലെ അത്രയും നല്ലൊരു പെൺകുട്ടി തന്നെ ഞങ്ങളുടെ കുടുംബത്തിലേക്കുള്ള ഏറ്റവും വലിയ ധനവും. അങ്ങനെ അവരുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ദേവന് ഒത്തിരി സന്തോഷമാകുക. സത്യം പറയാലോ നിങ്ങളുടെ രണ്ടാളുടെയും വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സ് നിറയുവാണ്. അങ്ങനെയാണെങ്കിൽ മുഹൂർത്തമൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കുറിക്കാം. ഈ സമയം ജിയോയുടെ അമ്മ പറയുന്നത് അതെ പെട്ടെന്ന് തന്നെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങാം. ഈ സമയത്താണെങ്കിൽ രാധിക പൂജാമുറിയിൽ നിന്ന് കണ്ണൻ്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കണേ ഈശ്വര കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകുവാണല്ലോ. വിവാഹത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും തുടങ്ങാൻ പോകുവാം. ഈ വിവാഹം ഒരിക്കലും നടക്കാൻ പാടില്ല. എങ്ങനെയെങ്കിലും ഈ വിവാഹത്തിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണം. അങ്ങനെ പറഞ്ഞ് രാധിക കണ്ണൻ്റെ മുമ്പിലേക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന വരുണിനെയും പ്രിയങ്കേനെയാണ് കേട്ടോ. ഈ സമയം വരുൺ പെട്ടെന്ന് വണ്ടി നിർത്തി പുറത്തേക്ക് ഇറങ്ങുവാണ്. അങ്ങനെ അടുത്ത വ്യൂ പോയിന്റിലെ കാഴ്ചയൊക്കെ കണ്ട് നിൽക്കുമായിരിക്കും വരുൺ. ഈ സമയം കാറിലിരിക്കുന്ന പ്രിയങ്ക ദേഷ്യത്തിൽ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുണിൻ്റെ അരികിലേക്ക് ചെല്ലുക. അതെ എന്തിനെങ്ങനെ ഇടക്കിടക്ക് ഓരോ സ്ഥലത്ത് ഇറങ്ങി നിൽക്കുന്നത്? അന്നേരം വരുൺ പറയണേ ഇതെന്താണെന്നറിയില്ലേ, വ്യൂ പോയിന്റ്, ഇവിടെ കാഴ്ചകൾ കാണാൻ ഇറങ്ങുന്നത്. ആ സമയം പ്രിയങ്ക പറയണേ നിങ്ങളിങ്ങനെ ഓരോ സ്ഥലത്ത് കാഴ്ച കാണാൻ ഇറങ്ങുമ്പോൾ ഞാൻ ആ കാറിൻ്റെ ഉള്ളിൽ തന്നെ അടച്ചു കുത്തിയിരിക്കണോ? എനിക്കൊന്നും വയ്യ. നിങ്ങൾക്ക് ഈ യാത്രയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് ഒരു വഴി കൂടായിരുന്നോ? അന്നേരം വരുൺ ചോദിക്കണേ അല്ല നിനക്കും അങ്ങനെ ഒഴിവാകാമായിരുന്നല്ലോ, നീ എന്നിട്ടെന്താ ചെയ്യാഞ്ഞത്? അതുകൊള്ളാം, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല. നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരെ വെറുപ്പിക്കാനും വയ്യ, ഞാൻ മാത്രം അവരുടെ മുമ്പിൽ കുറ്റക്കാരിയാകണോ? അന്നേരം വരുൺ പറയണേ നിനക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ അങ്ങനെ പറയണമായിരുന്നു. എനിക്കും എൻ്റെ വീട്ടുകാരെ എതിർക്കുന്നതിനെ കുറച്ച് പരിധിയൊക്കെ ഉണ്ട്. അതെ നീ കൂടുതൽ ന്യായവാദങ്ങളൊന്നും പറയണ്ട. നമ്മൾ തമ്മിലുള്ളത് വെറൊരു കരാറാണ്. നീ എന്തിനു വേണ്ടിയിട്ട് എൻ്റെ ജീവിതത്തിൽ നിൽക്കുന്നതെന്നൊക്കെ ഉള്ള കാര്യം എനിക്കറിയാം. പണത്തിന് വേണ്ടിയല്ലേ. നിനക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിനക്ക് നിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൂടെ? അന്നേരം പ്രിയങ്ക പറഞ്ഞേ നിങ്ങൾ കൂടുതൽ ന്യായവാദമൊന്നും പറയണ്ട. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ താലി കെട്ടിയ പെണ്ണാ ഞാൻ. എൻ്റെ കൂടെ ഒരുമിച്ച് ഒരു കട്ടിൽ കിടക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഏതോരുത്തിയല്ലേ. അങ്ങനെയുള്ള നിങ്ങളെ എന്നോട് ന്യായം പറയാൻ നിൽക്കണ്ട. എനിക്ക് നാടകം കളിയാണെങ്കിൽ കളിച്ച് മതിയായി. അന്നേരം വരുൺ പറഞ്ഞേ നിനക്കത്ര സഹിക്കാൻ പറ്റില്ലെങ്കിൽ നീ പോയി വല്ല ആത്മഹത്യ ചെയ്യും. അന്നേരം പ്രിയങ്ക പറഞ്ഞേ നിങ്ങളുടെ ഉദ്ദേശം മനസ്സിലായി. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് മനസ്സ് മടുപ്പിച്ച് എന്നെക്കൊണ്ട് ആത്മഹത്യ ചെയ്യിക്കണം. എന്നിട്ട് വേണമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ആ പെണ്ണിനെയും കുട്ടി വന്ന് ഒരുമിച്ച് ജീവിക്കാൻ. അതെ ഒരിക്കലും നടക്കില്ല. ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുക തന്നെ ചെയ്യും. ഇവിടെ നിൽക്കണ്ട, മര്യാദക്ക് വന്നേ. ഞാൻ എന്താണെങ്കിലും കുറച്ച് കഴിഞ്ഞേ വരുന്നുള്ളൂ. നിനക്ക് ഇപ്പം തന്നെ പോകണമെന്നാണെങ്കിൽ വേറെ വണ്ടി പിടിച്ച് നീ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊക്കോ. അന്നേരം പ്രിയങ്ക പറഞ്ഞേ അത് പറ്റില്ലല്ലോ, നമ്മൾ ഒരുമിച്ചല്ലേ വന്നത്, അപ്പോൾ ഒരുമിച്ച് തന്നെ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് വരുണിൻ്റെ കൈ പിടിച്ച് ബേലോയിട്ട് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുവാണ് കേട്ടോ. ഈ സമയം വരുൺ പറയണേ പ്രിയങ്ക മര്യാദക്കിരിക്കും, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കട്ടെ, ആരും എല്ലാം അറിയട്ടെ എന്ന് പറഞ്ഞ് പ്രിയങ്കയെ ബഹളം വെക്കുവാണ് കേട്ടോ. അതേക്കുമ്പോൾ വരുണിന് അങ്ങ് ദേഷ്യം വരിക. ആണല്ലേ, എങ്കിൽ എല്ലാവരും അറിയട്ടെ നീ എന്തുദ്ദേശത്തിലാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്, എല്ലാവരോടും ഞാൻ വിളിച്ചു പറയും എന്ന് പറഞ്ഞ് ആൾക്കാരുടെ മുമ്പിലോട്ട് പ്രിയങ്കയും കൂട്ടി ചെല്ലുവാണ്ട് വരുൺ. എന്നിട്ട് പറയുക ഇവളെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എൻ്റെ വീട്ടിലെ സ്വത്തും പണമൊക്കെ കണ്ടിട്ടാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും വരുൺ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം പ്രിയങ്ക വരുണിനോട് മിണ്ടാതിരിക്കാൻ പറയുവാണ്. അന്നേരം അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ വരുണിനോട് ദേഷ്യപ്പെടുക. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? അതെ നിങ്ങൾ തമ്മിൽ വല്ല വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് നിങ്ങളുടെ റൂമിലോ നിങ്ങളുടെ വീട്ടിലോ ആയിരിക്കണം, അല്ലാതെ പൊതുവയിൽ വെച്ചാകരുത്. അന്നേരം വരുൺ അവരോട് ദേഷ്യപ്പെടുക. ഇതൊക്കെ പറയാൻ താനാരടോ? എടാ നീ കൂടുതൽ കളിക്കല്ലേ, ഇതേ ഞങ്ങളുടെ സ്ഥലമോ? അന്നേരം വരുൺ പറയണേ ആണോ, നിങ്ങളാരാ? ഇവിടുത്തെ ഗുണ്ടകളാണോ? ഇവിടെ നിൽക്കാനും എനിക്കിഷ്ടമുള്ളതൊക്കെ സംസാരിക്കാനും ഒരു ഇന്ത്യൻ പൗരനെന്ന നിലയിൽ എനിക്ക് അവകാശമുണ്ട്. അന്നേരം അവർക്ക് ദേഷ്യം വരുക. അതെ ഇവനെ നമുക്കങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല, ഒരു പാഠം പഠിപ്പിക്കണം. അന്നേരം കൂട്ടത്തിൽ വേറൊരു ചേട്ടൻ പറയണേ വേണ്ട തൽക്കാലം വിട്ടേക്കാം. അതെ രണ്ടാളും ഇവിടുന്ന് സ്ഥലം കാര്യമാക്കിയേക്കേ. ഓക്കെ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാതെ വിളിച്ചോണ്ട് പോയി ആളെ. അങ്ങനെ വരുണും പ്രിയങ്കയും കാറെടുത്ത് അവിടെ നിന്നും പോകുവാണ് കേട്ടോ. അവരുടെ തൊട്ട് പിന്നാലെ തന്നെ ആ സ്ഥലത്തേക്ക് എത്തുവാണ് ബിജുവും വരുണിൻ്റെ വീട്ടുകാരും ഒക്കെ. അങ്ങനെ ബിജു അവിടെ വണ്ടി നിർത്തുവാണ് കേട്ടോ. ഈ സമയം കൽപ്പന പറയണേ അല്ല വരുണിൻ്റെ പ്രിയങ്കം കാറല്ലേ ഇപ്പോൾ പോയത്? അതെ. അന്നേരം ഗൗതം പറയണേ കൽപ്പന ഇത് വ്യൂ പോയിന്റാ, നമുക്കിവിടെ ഇറങ്ങി കുറച്ച് നേരം കാഴ്ച കണ്ടാലോ? ശരിയാ, നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇറങ്ങാം. വാ സൂര്യ.
അന്നേരം സൂര്യ പറയണേ, വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം, ഇവിടെ ഇരുന്നാൽ തന്നെ എനിക്ക് കാണാൻ പറ്റും, നിങ്ങൾ ഇറങ്ങിക്കോ. അങ്ങനെ അവരെല്ലാവരും കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ. ഈ സമയം അവിടെ നിൽക്കുന്ന ആൾക്കാർ വരണ്യം പ്രിയങ്കയെക്കുറിച്ച് സംസാരിക്കുക. അവരെ കണ്ടാലേ അറിയാം ഭാര്യയും ഭർത്താവൊന്നുമല്ല. പറഞ്ഞത് കേട്ടില്ലേ, പൈസയുടെ മറ്റും കാര്യമൊക്കെയാണ് പറഞ്ഞത്. ഇതെന്തോ സെറ്റപ്പ് തന്നെയാണ്. ഈ സമയം അവരുടെ സംസാരം കേൾക്കുമ്പോൾ കൽപ്പനയും ഗൗതവും അവരുടെ അരികിലേക്ക് ചെല്ലുക. അല്ല, നിങ്ങൾ ആരെക്കുറിച്ച് ഈ പറയുന്നത്? ഇതേ ഇപ്പോൾ കുറച്ച് മുമ്പ് കാറിൽ കയറി ഒരു ചെക്കനും പെണ്ണും കൂടി പോയില്ലേ, അവരുടെ കാര്യമാണ്. അവരിവിടെ വന്ന സമയം തൊട്ട് വഴക്കായിരുന്നു. എന്തോ പൈസയുടെ മറ്റോ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത് കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് കേട്ടോ പത്മിനിയും മുത്തശ്ശിയൊക്കെ. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്